ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സഫ്ന ജാഫർ. അപ്പോൾ ഇന്നൊരു അടിപൊളി ഓണവിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ മോളും എൻ്റെ ഏട്ടത്തിയുടെ മോളുമാണ്. അപ്പോൾ അവർ രണ്ടാളെയും കൂടി നഴ്സറിയിലേക്ക് പറഞ്ഞേക്കാം. രണ്ടാളും ഇവിടെ തൊട്ട വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അംഗനവാടിയിലാണ് കേട്ടോ പഠിക്കുന്നത് പോകുന്നത്. അപ്പോൾ അവർ രണ്ടാളെ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് കൊണ്ടുപോകാണ് കേട്ടോ. നമ്മുടെ പരിപാടി ഫങ്ഷനൊക്കെ ഉള്ളത് കൊണ്ട് സെറ്റ് പാവാടയും ബ്ലൗസും ഒക്കെ വേണമെന്ന് പറഞ്ഞതാണ് ടീച്ചർ. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ നമ്മൾ കൊണ്ടുപോകാൻ രണ്ടാൾക്കും തീരെ വയ്യ, രണ്ടാൾക്കും സുഖമില്ല. അപ്പം അങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോൾ നല്ലോണം പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പരിപാടി അതാണ് നമ്മുടെ ടീച്ചർ. നല്ലോണം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ പാരൻസും എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് പിന്നെ ഒട്ടുമിക്ക മക്കൾക്കൊന്നും സുഖമില്ല, എല്ലാവർക്കും പനിയും ചുമയൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് സുഖമില്ല കേട്ടോ, ഒട്ടും സുഖമില്ല. അപ്പോൾ അവിടെ പരിപാടി എന്ന് വെച്ചാൽ കസേരക്കളി, മുട്ടായി വറുക്കൽ, ബലൂണ് പൊട്ടിക്കൽ, അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളുടെ പാരൻസിനായിട്ടുള്ള ഒരുവിധം എല്ലാ പരിപാടികളുണ്ട് കേട്ടോ അവിടെ ഇപ്രാവശ്യം. അപ്പോൾ ഇത് കുട്ടികളെ കസേരക്കളിയിലേക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഇരിക്കാൻ വേണ്ടി പാട്ട് ചെറിയ കുട്ടികൾ കുറച്ച് കരയുന്നു, കുറച്ച് അങ്ങോട്ട് നിൽക്കുന്നു, കുറച്ച് മാറി നിൽക്കുന്നു, ഇല്ലയെന്ന് പറയുന്നു. അപ്പം ഇവർക്ക് എന്താ കളി എന്നുള്ളതും കൂടി അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് കളിക്കേണ്ടത്, മ്യൂസിക് ഇടുന്നേരം ഓടണം, മ്യൂസിക് നിർത്തുന്നേരം ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടാണെങ്കിൽ എൻ്റെ മോളാണെങ്കിൽ ലോകമൊക്കെ കരച്ചിൽ, ഫുള്ള് കരച്ചിലാണ്. ആളൊന്നിനും നിൽക്കുന്നില്ല, സുഖമില്ല, എന്താ പറയുക, പനിയൊക്കെ ആയതുകൊണ്ട് ആയിരിക്കും അതിനും മൂഡ് ഓഫിൻ്റെ കാരണം. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അതാ പരിപാടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഇവർക്കൊന്നും എന്താ കളിയെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് ആദ്യമായിട്ടുള്ള നഴ്സറി അല്ല, ഫസ്റ്റ് സ്കൂളല്ലേ. അപ്പോൾ അവർക്ക് എന്താ കാര്യം എന്നറിയില്ല. അപ്പോൾ അവിടെ ഉള്ളൊരു സാറ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പറയുന്നത് എന്താണെന്നുള്ള ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് കുട്ടികളൊക്കെ കരഞ്ഞു പോയി. എൻ്റെ മോളൊക്കെ പെട്ടെന്ന് പോകുന്നു കേട്ടോ. കളിയൊക്കെ തുടങ്ങിയിട്ട് ആൺകുട്ടികൾ കുറച്ചും കൂടി എന്താ പറയുക നല്ല സ്മാർട്ടായിട്ട് കളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. പെൺകുട്ടികളെല്ലാം ചെറുതായതിനെ കൂടെ എല്ലാവരും ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് ഇങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ എത്താത്ത മോളുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. പുറത്ത് കാണാൻ നല്ല അടിപൊളിയാണ്. നമ്മൾ കണ്ട് കുത്തിരുന്ന് പോകും മക്കളെ പരിപാടിയൊക്കെ കേട്ടോ. അടിപൊളിയാണ്, എന്തായാലും ഇഷ്ടപ്പെട്ട അടിപൊളി പരിപാടിയാണ് നഴ്സറിയിൽ മുഴുവനും. ഇപ്പോൾ ഒരു കുട്ടീൻ്റെ ചെരുപ്പ് പോയിട്ട് ആ കുട്ടി രോഗ കരച്ചില്ല കേട്ടോ. ആ മോനൊക്കെ സെക്കൻഡ് കിട്ടിയിരുന്നു കേട്ടോ. മോനൊക്കെ നല്ല കരച്ചിലാണ് ആൾ. ഏകദേശം കുട്ടിക്ക് കളി എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ട്. അവസാനം 3 പേരിലേക്കായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല ആവേശമുള്ള കളിയാണ് കേട്ടോ. നല്ല രസം എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എന്താണെന്നുള്ള കളി എന്നുള്ള കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒറ്റ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മത്സര ബുദ്ധിയൊക്കെ അതിലേക്ക് ലാസ്റ്റിലോട്ടെത്തുന്നേരം വരുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇത് ബലൂൺ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ബലൂൺ എങ്ങനെ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ചെറിയ മക്കളല്ലേ. അപ്പോൾ ബലൂൺ പൊട്ടിക്കാൻ മനസ്സിലായിട്ട് നമ്മളെ മക്കളൊന്നും പോയില്ല. പിന്നെ ലോക കരച്ചിലും ഇതൊക്കെ ആയതുകൊണ്ട് ഒരു പോയില്ല, ഒരവിടെ ഇരിക്കുന്നുണ്ട്. മുട്ടായി പെറുക്കാൻ എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് കളിയെന്ന് വെച്ചാൽ മുട്ടായി പെറുക്കലാണ്. അപ്പോൾ അതിനേക്ക് എല്ലാവരും പോയിട്ടുണ്ട്. കരഞ്ഞിട്ടാണെങ്കിൽ ഇരുന്ന് പെറുക്കിയിട്ടുണ്ട്. പക്ഷേ ഫാസ്റ്റായിട്ട് പെറുക്കുന്ന കുറച്ച് കരഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് വന്നിട്ട് മുട്ടായി അതിനെ കൊണ്ട് മക്കൾക്ക് ഭയങ്കര ഉഷാറായിരുന്നു പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാ. എല്ലാവരും പാരൻസൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് പേർക്ക് നല്ല അടിപൊളിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നാലും മക്കളെ പരിപാടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ് കേട്ടോ. ഇനി രക്ഷിതാക്കളെ പരിപാടിയാണ് ഇപ്പോൾ. കുട്ടികൾ കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് രക്ഷിതാക്കൾക്കുള്ള എന്താ പറയുക സുന്ദരിക്ക് പൊട്ടുവിടൽ, പിന്നെ എന്താ പറയുക മ്യൂസിക്കൽ ഹാറ്റ്, പിന്നെ ലെമൺ സ്പൂൺ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പാരൻസിനുള്ളത്. അപ്പോൾ പാരൻസിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക്കൽ ഹാറ്റാണ് അടുത്തത്. അങ്ങനെ ഓരോന്നേരം ഇങ്ങനെ കഴിഞ്ഞ് വരാണ്.
അപ്പോൾ മ്യൂസിക്കലായിട്ട് ഇതിൽ ഞാൻ ഔട്ടാകുന്നൊരു സീനാണ്. ഞാൻ ഔട്ടായിട്ടുണ്ട്. ഞാൻ ഔട്ടായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഞാൻ അന്നേരം അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളൂ ഞാൻ അടുത്തത് ഇപ്പോൾ ഔട്ടാവെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് തന്നെ ഞാൻ ഔട്ടാവില്ല, അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ്, നല്ലൊരു അനുഭവമായിരുന്നു എന്തായാലും ഈ വർഷത്തെ ഓണാഘോഷം. ഇത് ലെമൺ സ്പൂണാണ്, ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണസദ്യയും കുട്ടികൾക്കുള്ള ഓണസദ്യനും. അപ്പോൾ അതും ഇത് പറയാൻ അടിപൊളി ഓണസദ്യക്കാരൻ കേട്ടോ. ഇതെല്ലാ ഐറ്റംസും ഉള്ള ഒരു അടിപൊളി ഓണാഘോഷമാണ് കേട്ടോ. എന്തെല്ലാം ഐറ്റംസ് ഉണ്ടോ നമുക്ക് നോക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വക എല്ലാവർക്കും ഓണാശംസകൾ നേരാണ്. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ആഘോഷിച്ച് ഒരുവിധം എല്ലാ സ്ഥലത്തും പരിപാടികളോ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ആരും ആഘോഷിക്കുകയാണെന്നിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു കേട്ടോ. എൻ്റെ മോൾ അന്നേരം നല്ല കരച്ചിൽ, ആയിഷൂട്ടി നല്ല കരച്ചിലാണ്. കാരണം അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് തോന്നും. തീരെ മൂടില്ലായിരുന്നു പരിപാടിക്കൊന്ന് പോകാൻ തന്നെ ഒരു ഉഷാറില്ല. നഴ്സറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കരച്ചില്ല കേട്ടോ. ഇന്ന് പരിപാടിയാണ്, ഉമ്മയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞവരാണ് ഒന്ന് റെഡിയായത് ആൾ. അവിടുന്ന് ഫുള്ള് കരച്ചിലായിരുന്നു, പിന്നെ പറയണ്ട. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എന്നെ ഫീഡ്ബാക്കിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവിധ സപ്പോർട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.